പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരൊക്കെ തക്ക സമയത്ത് വരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലോട്ട് സ്വാഗതം അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് സാഗരമേ ശോകത്തോടും സാഗരമേ ശോകത്തോടും നമ്മുടെ ഭാരങ്ങൾ ഇടറിപ്പോകാതെ നമ്മളെ കരപിടിച്ച് നടത്തുന്ന ആ നല്ല കർത്താവിനെ പകരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മഹത്വപ്പെടുത്താം. Yeah.
ഹല്ലേലൂയ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 44 മാസങ്ങളായി ഈ പ്രാർത്ഥന മുടക്കം കൂടാതെ എല്ലാ മാസത്തിന്റെയും 2ാമത്തെ തിങ്കളാഴ്ച നടത്തുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇതൊരു സംഘടനയോ സഭയോ ചേർന്നല്ല. പല ദേവദാസന്മാർ, പല സഭകളിലുള്ള, പല സംഘടനയിലുള്ള, പല ദേശത്ത് പാർക്കുന്ന ദേവദാസന്മാർ ചേർന്നാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടുവരുന്നത്. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇന്ത്യ മഹാരാജ്യം യേശു ക്രിസ്തുവിനാണ് വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ പാപികളായിരിക്കുന്ന മനുഷ്യർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടണം. അതിനുവേണ്ടി പലയിടങ്ങളിൽ അത്യുദ്ധാനം ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷകളിൽ ദൈവം അവരെ കരുതണം, അവരെ ദൈവം ശക്തീകരിക്കണം, അവരെ ദൈവം ബലപ്പെടുത്തണം. ഇങ്ങനെ പലയിടങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിലൊക്കെ കർത്താവിന് വേല ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ മിനിസ്റ്റർമാരായിട്ട് അനേക ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പലയിടങ്ങളിലും പലരും ഇല്ലാതെ ഇരിക്കുമ്പോൾ നാം ഇവിടെ ഈ നെയ്യാറ്റിൻകരയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമായി മാറും, അവർക്കൊരു വിടുതലായി തീരും. അവരുടെ ശുശ്രൂഷകളിൽ അനേകര് രക്ഷിക്കപ്പെടും, അനേകർ യേശുവിനെ കണ്ടെത്തുവാനിടയായി തീരും. ഇരുളടഞ്ഞു കിടക്കുന്ന ഇന്ത്യയുടെ ഗ്രാമങ്ങൾക്കകത്ത് വെളിച്ചമായി പോയിരിക്കുന്ന കർത്താവിന്റെ അംശത്തിനുമാർക്ക് ഒരു ചാർജ് പകരുന്ന പ്രാർത്ഥനയാണ് ഈ ഗ്രൂപ്പിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന സ്തോത്രം ചെയ്തു മുടക്കം കൂടാതെ ഈ 44 മാസങ്ങൾ നടത്തുവാൻ ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. 2026 പ്രാർത്ഥന നടക്കാൻ പോകുന്നത് സ്തോത്രം ചെയ്തു പള്ളിച്ചിറയിൽ വെച്ചാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് പാസ്റ്ററിന്റെ ചർച്ചിൽ വെച്ചാണ് നടക്കുന്നത്, പാലിയോട്. ആ പ്രാർത്ഥനയിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും ഇനി ഒരു അറിയിപ്പ് കൂടാതെ കടന്നു വന്ന സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ജനുവരി മാസം 12-ാം തീയതി ആണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പള്ളിക്ക് പടരണമെങ്കിൽ ഒരു മരം വേണം എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസന് കൊടുത്തൊരു ദർശനം, കർത്താവ് ബൈജുവിന് കൊടുത്തൊരു ദർശനമാണ് ഈ പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങുവാനിടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മുടക്കം കൂടാതെ ഞാൻ പറഞ്ഞു വരുന്നത് പലയിടങ്ങളിൽ ഇതുപോലെ പ്രാർത്ഥനകൾ നടത്തിയിട്ട് 1 മാസം നടത്തി, 2 മാസം നടത്തി, 3 മാസം നടത്തി, പിന്നെ പ്രാർത്ഥന കാണാറില്ല, പിന്നെ അതിനെക്കുറിച്ച് അറിവില്ല. എന്നാൽ ഇത് മുടക്കം കൂടാതെ ഇന്ന് വരെയും നടന്നു വരും. അതാണ് അതിനകത്തൊരു ഇതാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളിൽ പല കാര്യങ്ങളും തർക്കിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഒരു കൂടാതെ കർത്താവിനെ നടത്തിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഇതിനകത്ത് 6 അംഗങ്ങളാണ് കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ സിനു സേവ്യർ, പാസ്റ്റർ സൈമൺ പാസ്റ്റർ, പാസ്റ്റർ മധു പാസ്റ്റർ, പാസ്റ്റർ ധർമ്മരാജ് പാസ്റ്റർ, ഞാൻ ബൈജു പാസ്റ്റർ. സ്തോത്രം ചെയ്തു. പിന്നെ നമ്മുടെ സഭയിലെ വിശ്വാസത്തോട് ദൈവമക്കളൊക്കെ കടന്നു വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സൈമൺ പാസ്റ്ററാണ് ഇതിന് ഞങ്ങളുടെ ഒരു നേതാവായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഉപദേശങ്ങളൊക്കെ തന്ന് കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദാസനൊക്കെ ഞാൻ ഓർക്കുന്നത്. കാരണം ഈ പ്രായത്തിന്റെ നടുവിൽ അവരൊക്കെ സ്തോത്രം ഒരു മടി കൂടാതെ ഓടിയെത്തുന്നു. അതാണ് ഏറ്റവും വലിയ ഞങ്ങൾക്കൊരു കരുത്താണ്, ഞങ്ങൾക്കൊരു പ്രചോദനമാണ്, കരുത്താണ്. അപ്പോൾ ഞാനും പ്രായമില്ലാത്തവരെന്നല്ല, ഞാനും പ്രായമുള്ള ആൾ തന്നെയാണ്. എങ്കിലും എന്നെക്കാളും പ്രായമുള്ള ആളാണ് സൈം പാസ്റ്റർ. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മധു പാസ്റ്ററൊക്കെ. സ്തോത്രം. പറഞ്ഞു വന്നതിന്റെ സാരം ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹമായി തീരട്ടെ. വരുന്ന നാളുകളിൽ ഇന്ത്യയിൽ നമുക്കൊരു ഉണർവ് കാണണം. ആ ഉണർവ് സ്തോത്രം ചെയ്യുന്നു നമ്മളിൽ നിന്ന് തുടങ്ങണമെന്ന് ഇത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ ഉണർവിന്റെ ശക്തി ഇവിടുന്ന് വ്യാപരിക്കട്ടെ. അത് കേൾപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഞങ്ങളുടെ കാർഡ് തരുന്നതാണ്. സ്തോത്രം. എല്ലാ ദൈവമക്കളും സ്തോത്രത്തിനായിട്ട് പ്രാർത്ഥിക്കണം.
ഈ കാർഡുകൾ നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളായ ഗോവ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ജില്ലകൾക്കായുള്ള പ്രാർത്ഥനയും ഉപവാസവും ഏപ്രിൽ മാസം 1 മുതൽ 13 വരെ കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഗോവ, കർണാടക, തമിഴ്നാട്. പറഞ്ഞല്ലോ 1 മുതൽ 13 വരെയാണ് ഈ പ്രാർത്ഥന നടന്നു വരും. ഓരോ സ്റ്റേറ്റിലും 3 ദിവസം വീതം കർത്താവിൻ്റെ അഭിഷിക്തന്മാർ കടന്നുപോയി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്തോത്രം ഈ സംസ്ഥാനങ്ങളോട് തീരുമ്പോൾ 13 സ്തോത്രം ചെയ്ത് മറ്റ് 27 സംസ്ഥാനങ്ങൾ തീരും. ഈ കേരളം മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തിൽ ഞങ്ങളൊരു പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് കഴിയുമെങ്കിൽ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിൽ കടന്നുപോയി 3 ദിവസം മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥനാ കാർഡ് തരുന്ന നിങ്ങൾ ഓരോരുത്തരും അതിനായിട്ട് ശക്തമായിട്ട് ഈ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസന്റെ ദർശനം കൂടിയുണ്ട്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ 14 ജില്ലകളും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലുള്ള ദൈവദാസന്മാരെ, അറിയുന്ന ദൈവദാസന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവന്ന് ഒരു ക്രൂസൈഡ് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് ഒരു പ്രാർത്ഥന കൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സാമ്പത്തിക ചെലവുള്ള ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കർത്താവാകുന്ന യേശുക്രിസ്തുവിനും പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓർപ്പിക്കുകയാണ്. കാരണം ഇതിലെല്ലാം പ്രാർത്ഥനയാണ് സപ്പോർട്ട്. പ്രാർത്ഥിക്കുവാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഈ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ സമയത്തെ കളയുന്നില്ല. സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് സ്തോത്രം വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഇന്ന് പകലിൽ കർത്താവിന്റെ ദാസൻ നേരത്തെ പരിചയപ്പെടുത്തി. നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചന്ദ്രബാബു ആണ്. വെള്ളറിൽ നിന്ന് കുടുംബമായിട്ട് അവരിത് പകൽക്കാലം ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ടീം ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ വൈദ്യ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഒരു ദൈവദാസനെ വിളിക്കും. എൻ്റെ പാസ്റ്ററിൻ്റെ ഇറോഫിൽ ഇത് വിളിച്ചതാണ് കർത്താവിൻ്റെ ദാസൻ. തൻ്റെ ദാസൻ്റെ ശുശ്രൂഷ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ടീമിന് ഒരു പ്രചോദനവും, നമ്മുടെ ടീമിൻ്റെ പ്രവർത്തനങ്ങളിൽ ആത്മാവ് നമ്മുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഉണർത്തിച്ച് നമ്മൾ പിന്നെയും ശക്തിയോടെ പ്രയോജനപ്പെടുത്തുവാൻ തന്നെയുള്ള ആലോചനകൾ കേൾക്കുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് ഈ വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ധർമ്മരാജ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഈ വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ ദാസനെ നിങ്ങൾ ശക്തീകരിക്കാൻ, ബലപ്പെടുത്തുവാൻ എല്ലാവരും അതിരങ്ങളെ തുറന്ന് കർത്താവിന്റെ ദാസോട് ചേർത്ത് ദിവസം പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനാഥനും ശാന്തമായ കർത്താവേ, ശ്രേഷ്ഠമേറിയ പകൽവേളയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് കഴിഞ്ഞ ഒരു വർഷക്കാലം കടന്നുപോയി കർത്താവേ. 2025 കർത്താവ് ഡിസംബർ 25-ാം തീയതി കർത്താവേ കൂടി വരുവാൻ കൃപയൊരുക്കായി സ്തുതിക്കുന്നു. രാത്രിക്ക് പ്രാർത്ഥിച്ചതുപോലെ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ പകർത്തുവായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് കർത്താവേ കടന്ന ശ്രേഷ്ഠവ്യക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നവരിൽ ബലപ്പെടുത്തി സഹായിക്കുന്നതായി കടന്ന ഓരോ മക്കളയാളാം പ്രതി പേരുവരായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തിയിരിക്കും. പ്രത്യേകിച്ച് കർത്താവിനായിരുന്ന ശ്രേഷ്ഠവ്യക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്ന വ്യക്തന്മാരെ അധികമായി ബലപ്പെടുത്തുകയും സഹായിക്കുകയും ശക്തിയിരിക്കുന്നതായി പ്രാർത്ഥി അധികമായി പുരുഷത്വയോടെ പുത്തനഭിഷേകം കർത്താവിലേക്ക് ഒരുക്കണം. അപ്പോൾ കാലഘട്ടത്തായി ശുശ്രൂഷിക്കാനുള്ള ശ്രേഷ്ഠവ്യക്തനായി പ്രാർത്ഥന ബലപ്പെടുത്തുമാറാകണമേ. ഇന്ന് സഹായിക്കുകയും ശക്തികളായി പ്രാർത്ഥിക്കുന്നു. പുരുഷത്വയോടെ പുത്തനഭിഷേകം ശുശ്രൂഷിക്കാൻ അധികാരപ്പെടുത്തുമാറാകണമേ. താവ് ഒളിഞ്ഞിരിക്കുന്ന മരങ്ങളെ വെളിപ്പെടുത്തുമാണ് അടിയൊക്കെ ആവശ്യമായ ദൈവിക ദേശത്തെ ലഭിക്കുന്നതായി പ്രാർത്ഥിക്കും. വചനത്തിന് വാട് തുറക്കണം. കർത്താവുടെയുള്ള കർത്താവ് വചനം കേട്ട് അനുഗ്രഹം പ്രാചനയ്ക്കുള്ള പ്രേരണം ഒരു പുതുശക്തിയോടെ പുത്തനഭിഷയോടെ കർത്താവിന് ഓടുവാൻ അടികളെ ബലപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കും. അടികളെ ബലപ്പെടുത്തണം, സഹായിക്കണം. തന്റെ ഭക്തനെ ശക്തമായി ഇപ്പോൾ കാർ ഉപയോഗിക്കും, അത്ഭുതങ്ങളെ ചെയ്യും. യേശുവിനെ അധ്യായിക്കുമ്പോൾ ഈ യാതൊരു പരിശുദ്ധ പരമില്ല. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ സമർപ്പണത്തോടെ ഞാൻ ചിലരൊന്നും ഇങ്ങനെ പറയാറുണ്ടെന്നറിയാമോ? നമ്മൾ വിശന്ന് വന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് വിശന്ന് വന്ന് ഇരിക്കുമ്പോൾ സ്വന്തം ഈ പണ്ടാണ് പുഴുക്കൊക്കെ കിട്ടും. കപ്പപ്പുഴുക്ക്, മരിച്ചിരി പുഴുക്ക്, ചേമ്പ് പുഴുക്കൊക്കെ കിട്ടും. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഈ പുഴുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ ചമ്മന്തിയോ മീഞ്ഞാറോ അതിനൊക്കെ കാണും. നമ്മളിത് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും എന്ത് ചെയ്യത്തില്ല, മിണ്ടാതിരിക്കത്തില്ല. അടുത്ത കണ്ണതിനകത്ത് പരത്തും. അതിനകത്ത് ഏതാണ് നല്ല കഷ്ണമെന്ന് നോക്കും.
ആ കഷ്ണം നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് കയ്യിൽ വെക്കും. പറ്റിയാലൊന്ന് ചാറിനകത്ത് മുക്കി വെക്കും. എന്തിനാണ്? ഇതങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ എന്ത് ചെയ്യണം? ഈ കഷ്ണം കഴിക്കണം. പൈസലോ അതൊരു ആവേശമാണ്. വിശപ്പിന്റെ ഒരു ആവേശവും ഒരു ആർത്തിയുമാണ്. ക്ഷീണത്തോടെ വന്നിരിക്കുന്ന സ്വന്തം ഭക്ഷണം കഴിച്ചത് ബലപ്രദ ആഗ്രഹത്തോടെ വന്നിരിക്കുക. അതുകൊണ്ടാണ് സ്വന്തം ഹല്ലേലൂയ വായിട്ട കഷ്ണം തീരുന്ന ഒരു പടുത്ത കഷ്ണം കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാറിനകത്ത് മുക്കി വെക്കുന്നത്. പൈസലോ അങ്ങനെ ഒരു ആർത്തിയോടെ ഇന്ന് പകൽ നമ്മളായിരിക്കണം. അപ്പോൾ തന്നെ ഒരു പ്രാർത്ഥനയോടെ നാം ആയിരിക്കണം. നമ്മുടെ മധ്യത്തിൽ അയക്കപ്പെട്ട ദൈവദാസനെ ശക്തമായിട്ട് ദൈവത്തിന്റെ പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കണം. കർത്താവിന്റെ ദാസന് ശുശ്രൂഷയിലും ചിലത് കർത്താവിന്റെ ദാസനും അനുഭവിക്കുന്ന നിലവാരത്തിൽ, ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന നിലവാരത്തിൽ ശക്തിയോടെ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ തുടർന്ന് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം സ്തോത്രം ചെയ്ത് ദൈവം അനുഗ്രഹിക്കുന്ന കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രയറിൽ ആവേശം എനിക്കും കടന്നു വരുവാത്ത ഗുണം സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രയർ ഫോർ ഇന്ത്യയുടെ 44ാമത് പ്രാർത്ഥന സംഗമത്തിൽ എനിക്കും കുടുംബമായിട്ട് കടന്നു വരാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. പ്രത്യേകിച്ച് ആവേശോത്രം ഈ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി അവർകൾ, അതുപോലെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മധു അവർകൾ, കർത്താവിൻ്റെ ദാസൻ രാജു അവർകൾ, പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ഏവർക്കുമുള്ള നന്ദി ഇത്തരത്തിൽ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രയർ ഫോർ ഇന്ത്യയുടെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ MS ബൈജു അവറുകൾ, സ്തോത്രം. അദ്ദേഹം ആണ് ഇന്ന് ഈ യോഗത്തിന് വേണ്ടി ക്ഷണിച്ചത്. പ്രത്യേകിച്ച് ഈ 2004 മുതൽ കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള പരിചയവും ചില ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ടീമിൻ്റെ ആരാധനകളിൽ പങ്കുചേരാനും ടീമായിട്ട് കവലകളിൽ ഗ്രാമങ്ങളിൽ കടന്നേരുവാനും പരസ്യയോഗങ്ങൾ കൺവെൻഷൻ യോഗങ്ങളൊക്കെ നടത്താനൊക്കെ കർത്താവ് ഭാഗ്യം നൽകി. ചില വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ അടുത്ത നാളുകളിൽ വീണ്ടും ഒരുമിച്ച് കാണാനും പ്രിയ ദൈവദാസനെ ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിങ്ങിൽ വിളിക്കുവാനും വീണ്ടും ആ പഴയ സ്നേഹബദ്ധരായി തീരുവാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് ഗിൽഗാൽ ദൈവസഭ പുന്നക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഹല്ലേലൂയ പ്രിയ ദൈവദാസന്റെ ഭവനത്തിൽ കടന്നു വരാൻ കർത്താവ് ഞങ്ങൾക്കൊരു ഭാഗ്യം ഇന്ന് പകൽ നൽകി. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രയർ ഫോർ ഇന്ത്യയുടെ പ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർ, സഭാവിശ്വാസികൾ, കുടുംബങ്ങൾ എല്ലാവരെയും ദൈവധാരണ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു ദർശനം കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന MS ബൈജു അവർക്ക് ദൈവം കൊടുത്തല്ലോ. കൂടെ പ്രവർത്തിപ്പാൻ ദൈവദാസന്മാർക്ക് ആ ദർശനം കൊടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നും വളരെ ഉത്സാഹിതനായിരുന്നു കർത്താവിൻ്റെ ദാസൻ MS ബൈജു അവർക്ക്. സുവിശേഷ വേലയിൽ വളരെ ചുറുചുറുപ്പോടുകൂടി ഉത്സാഹിതനായിരുന്നു. ഇന്നും അദ്ദേഹത്തിൽ ആ ഉത്സാഹം, ആ ചുറുചുറുപ്പ് കാണാൻ ഇടയായി തീർന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മടുത്തു പോകാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് പ്രിയദാസനെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ്. ഞാൻ പന്നിമലയുടെ സമീപം കുരിശുമല അവിടെയാണ് ചർച്ച്. IPC സഭയോട് അനുബന്ധിച്ചായിരിക്കുന്നു. ഞങ്ങൾക്കും ചെറിയ ടീമിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങളും അധികമായിട്ട് പ്രാർത്ഥനയാണ്. ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ടീമിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം, ഈ സുഖമില്ലാതെയൊക്കെ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പോയിരുന്ന് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രസംഗമൊന്നും അധികമായിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവദാസന്മാർ സുഖമില്ലാതെ കിടന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ചിലപ്പോൾ സഭയില്ല, ചിലപ്പോൾ കൂടെ ദൈവദാസന്മാർ കാണത്തില്ല, കൂട്ടുപ്രവർത്തകരും ചിലപ്പോൾ കാണത്തില്ല.
ചില വിശ്വാസികൾ സുഖമില്ലാതെ കിടന്നാൽ ചിലപ്പോൾ ആരും കാണത്തില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി 1 മണിക്കൂർ ഞങ്ങൾ പോയി എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ച് കൈത്താങ്ങുന്ന ഒരു ദർശനത്തോടു കൂടെയാണ് ഞങ്ങളൊരു പ്രാർത്ഥന ആരംഭിച്ചത്. കുറച്ചു വരെയേ ഉള്ളൂ. ഹല്ലേലൂയ. കുടുംബങ്ങളായിട്ട് കടന്ന് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം പോയി ഇതുപോലെ മാറി വീടുകളിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെ ആ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ പ്രെയർ അല്ലെങ്കിൽ ഈ പ്രെയർ ഫോർ ഇന്ത്യ എന്ന ടീം അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ഇതിൻ്റെ കർത്താവിൻ്റെ ദാസൻ എൻ്റെ ഫ്ലെക്സും അതിൻ്റെ നോട്ടീസൊക്കെ ഇടാറുണ്ട്. ഞാൻ വായിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാറുണ്ട്. മറ്റാർക്കും കിട്ടാത്ത ഒരു ദർശനം ഈ നാടിൻ്റെ ദൈവം തന്റെ ദാസന്മാർക്ക് നൽകിയതിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ ഈ മീറ്റിങ്ങിൽ വിളിച്ച കർത്തവ്യ കുടുംബത്തിന് നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതലുള്ള വേദഭാഗം ഒരാൾക്ക് വായിക്കാം. അവർ അവരെടുത്ത് വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടും കൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ച് വന്നു എന്ന് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ നല്ല പിതാവേ, ദൈവമേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ല ഈ പകൽക്കാലത്തിനായി ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നപ്പ. ഞങ്ങൾക്ക് പുകഴുവാനില്ല, പ്രശംസിപ്പാനില്ല. ദൈവമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരുമില്ല. കർത്താവ് ഇതിൻ്റെ അകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടതിനായി സ്തോത്രം. ദൈവമേ, പ്രാർത്ഥനാ സംഗമത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, 44-ാമത് മാസത്തെ ഈ പ്രാർത്ഥന ദൈവമേ ഒരു വലിയ അനുഗ്രഹമായി വിടുതലായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ശുശ്രൂഷകരായിരിക്കുന്ന, ഇതിന് നേതൃത്വം കൊടുക്കുന്ന, ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെ, ശുശ്രൂഷ ഇടങ്ങളെ എല്ലാം ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ അതിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ തന്നെ ചെയ്യണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നമ്മൾ വായിച്ച വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയാവുന്ന വേദഭാഗമാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ന്റെ 18, 19 എന്നീ വാക്യങ്ങളാണ് തുടർമാനമായിട്ട് നമ്മൾ താഴോട്ട് വായിച്ചു. പലപ്പോഴും നമ്മൾ പ്രസംഗം കേൾക്കുകയും പ്രസംഗിക്കപ്പെടുകയും പലപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ ചരിത്ര പുസ്തകം എന്നറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്ത് ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളും സഭയുടെ വളർച്ചകളും പരിശുദ്ധാത്മാവിന്റെ ആരംഭവും അതിന്റെ പ്രവർത്തനങ്ങളും അതിശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. അതുകൊണ്ടാണ് അതിനെ ചരിത്ര പുസ്തകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ലൂക്കോസ് ആണ്. വൈദ്യനായ ലൂക്കോസ് ആണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം എഴുതിയ അതേ ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത്. AD 62 അദ്ദേഹം ഈ പുസ്തകം എഴുതി. പ്രത്യേകിച്ച് ആർക്ക് എഴുതിയെന്ന് ചോദിച്ചാൽ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തന് വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത്. തിയോഫിലോസ് എന്ന് പറയുന്ന ആള് അന്ന് റോമൻ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ദൈവഭക്തനായ തിയോഫിലോസിന് വേണ്ടിയാണ് ഈ അപ്പോസ്തല പുസ്തകം എഴുതിയിരിക്കുന്നത്. വൈദ്യനായ ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ സഹവൃത്തിയനാണ്. അതിൽ കൂടെയാണ് തിയോഫിലോസിനെ ലൂക്കോസ് പരിചയപ്പെട്ടത്. വൈദ്യ ചികിത്സകൾ മുഖാന്തരമാണ് തിയോഫിലോസിനെ പരിചയപ്പെട്ട്
അങ്ങനെ അവര് ആ മേഷണം ദൈവഭക്തരായി ദൈവമക്കളായി ദൈവത്തെ ആരാധിപ്പാനൊക്കെ ഇടയായിത്തീരുന്നത് അവർക്ക് വേണ്ടി എഴുതിയതാണ് അപ്പോസ്തലരുടെ പുസ്തകം. ഇവിടെ നമ്മൾ വായിച്ചത് ആസിയ പട്ടണം എന്നാണ്, അതിന് ഇംഗ്ലീഷിൽ ഏഷ്യ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അത് ഇന്നത്തെ പടിഞ്ഞാറൻ ഭാഗമായ തുർക്കിയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്ത റോമൻ പ്രാവശ്യയുടെ ഒരു സ്ഥലത്തെ ഒരു പട്ടണമായിരുന്നു ഈ ഏഷ്യ അല്ലെങ്കിൽ ആസിയ എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണം മുഴുവനും സുവിശേഷീകരിക്കപ്പെട്ടതായിട്ട് സുവിശേഷം പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കൂടിയൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമാണ് ആസിയ പട്ടണം. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയിൽ അദ്ദേഹം ആസിയ പട്ടണത്തിൽ കടന്നുപോയി ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആസിയ പട്ടണത്തിൽ പൗലോസ് പറയുന്നവിടെ, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടിടാൻ എനിക്ക് ഉണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു വന്നു. ഹല്ലേലൂയ. അപ്പോ അപ്പോസ്തലനായ പൗലോസിന്റെ സ്വഭാവത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരുന്നു? വളരെ താഴ്മയോട്. ഇതൊക്കെ സന്തോഷമുണ്ട്. കർത്താവിന്റെ വേലയിൽ അതിശക്തമായി പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയാണ് പൗലോസ്. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ പ്രസംഗിക്കുകയും ഉയർത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത്, മിഷണറി പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ഒരു ക്യാരക്ടറാണ് വളരെ താഴ്മ. അദ്ദേഹം ആസിയ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വളരെ താഴ്മയുള്ളവനായിരുന്നു. എന്നെ തമിഴ് പറയുന്നത് മികവും മനത്താഴ്മയുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. മികവും മനത്താഴ്മ. സ്തോത്രം. ഇനി താഴാനായിട്ട് ഒന്നുമില്ല, അത്രത്തോളം താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ. ഈ താഴ്മ എങ്ങനെയാണ് വന്നത്? സ്തോത്രം. അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവം നമുക്കറിയാം. താഴ്മയുള്ള ആളല്ല. പഴയ മനുഷ്യനായി രക്ഷിക്കപ്പെട്ട് വരുന്നതിന് മുമ്പേ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കും നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം എങ്ങനെയുള്ള ആളെന്ന്. അദ്ദേഹം ഒരു തീവ്രവാദിയായ മനുഷ്യനായിരുന്നു. ഒരു തീവ്രവാദിയാണ്. ആർക്കും കീഴ്പ്പെടാത്ത, ആരുടെ മുമ്പിലും തലകുനിക്കാത്ത, പലരെയും കരയിപ്പിച്ചിട്ടുള്ള, പലരെയും കൊന്നിട്ടുള്ള, പ്രതികാര ചിന്തയുള്ള ഒരു തീവ്രവാദിയായ മനുഷ്യനായിരുന്നു ഈ പൗലോസ്, അല്ലെങ്കിൽ അദ്ദേഹം ശൗല്. പഴയ മനുഷ്യനായിരുന്ന ശൗൽ. അതിന്റെ 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നത് കാണാൻ കഴിയുമെന്ന് വായിക്കാം. അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവം, അദ്ദേഹം മാനസാന്തരപ്പെടുന്ന മുമ്പേ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വഭാവമാണ്. ഒന്ന്, കർത്താവിന്റെ ശിഷ്യന്മാരുടെ മേൽ എന്ത് ചെയ്തു? ഭീഷണി മുഴക്കി. ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലായി. പിശാചിന്റെ ഒരു പദ്ധതിയാണ് ഭീഷണി മുഴക്കി. ആരുടെ നേരെയാണ് ഭീഷണി മുഴക്കിയത്? കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മളും കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമക്കളാണ്. നമ്മുടെ നേരെയും ചില ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. അന്നും ഇന്നും ദൈവമക്കൾ, ദൈവദാസന്മാർ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് ഭീഷണി. ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഞാൻ നിന്നെ വെച്ചിരിക്കത്തില്ല, നീ 3 മാസം തികയത്തില്ല, 90 കാണത്തില്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല വിവാഹം നടക്കത്തില്ല, ഈ ദേശത്ത് ആക്കത്തില്ല, ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കത്തില്ല, ഒരാലയം പണിയത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെയാണ് ഭീഷണി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ നേരെ ഭീഷണി മുടക്കുന്ന ഒരു സ്വഭാവമാണ് ശൗലിനുണ്ടായിരുന്നത്. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ സംഗമം 44-ാമത്തെ പ്രാർത്ഥനയിൽ ചില ഭീഷണികളെ നമ്മൾ ജയിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. ഹല്ലേലൂയ. ഇതൊരു വിജയം തന്നെയാണ്.
നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും നമ്മുടെ വ്യക്തിപരമായ നിലയിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ സഭാതലത്തിൽ കുഞ്ഞുങ്ങളിൽ ഒരു വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർന്നു വരുന്ന ഒരു ഭീഷണിയാണ് നിന്നെ പഠിക്കാൻ വിടൂല, ജോലി ചെയ്യാൻ വിടത്തില്ല, ഒരു പൂർത്തീകരണം കാണാൻ അനുവദിക്കത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു. ഈ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ഭവനത്തോടുള്ള, നമ്മുടെ ശുശ്രൂഷയോടുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ചില ഭീഷണികൾ ഇന്ന് പകലിന്റെ ദൈവം ഇതിന്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ ചില വെല്ലുവിളികളും അവന്റെ ഭീഷണികളും ദൈവാത്മാവ് ഇന്ന് പകൽ മാറ്റി അതിൽ ഒരു വിജയം ദൈവം നമുക്ക് നൽകി അവനെ ഒരു വിടുതലോടെ പറഞ്ഞയക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് പദ്ധതിയിടുകയാണ്. ഹല്ലേലൂയ. എത്രവർക്ക് വിശ്വാസമുണ്ട്, എത്രവർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവാത്മാവ് ഇതിനകത്ത് കൂടി വന്നിരിക്കുന്ന അഭിഷക്തന്മാരോട് അവരെ കൂടാരങ്ങളെ, അവരെ തലമുറകളെ, ശുശ്രൂഷകളെ, സഭാമണ്ഡലങ്ങളെ സ്വത്ര വെളിപ്പാടിനാൽ കണ്ടുകൊണ്ട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സ്വത്രം ഇതിനകത്തൊരു വിടുതൽ ദൈവാത്മാവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ശൗലുമാരുടെ വെല്ലുവിളികളെ ഇന്ന് പകലിന്റെ ദൈവം പരാജയപ്പെടുത്തുന്ന പകലെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷകളുടെ നേരെയുള്ള ചില വെല്ലുവിളികൾ അതെ പ്രാർത്ഥിക്കാൻ വിടൂല, ഹല്ലേലൂയ, പ്രസംഗിക്കാൻ വിടത്തില്ല, പ്രവചിക്കാൻ വിടത്തില്ല, ശുശ്രൂഷയുടെ വിജയം കാണാൻ വിടത്തില്ല, ഒരഭിവൃദ്ധി നീ കാണത്തില്ല, ഒരു സൗഖ്യം നീ കാണത്തില്ല, അതിനെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു വീട് പണിയത്തില്ല, ഒരു സെന്റ് സ്ഥലം വാങ്ങത്തില്ല, ഹല്ലേലൂയ, ദേശത്ത് തലമൊക്കാൻ വിടത്തില്ല എന്ന് വാദിക്കുന്ന ചില ശൗലിന്റെ മണ്ഡലങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇറങ്ങി അതിന്റെ അടിത്തറയെ വെട്ടിയെടുത്ത് ഒരു വിടുതൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർക്ക് ഇന്ന് പകലിന്റെ ദൈവം നൽകി മാണിപ്പാ പരിശുദ്ധാത്മാവിനകത്ത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ചില ഇരിപ്പടങ്ങളെ കാണുന്നുണ്ട്. ദൈവങ്ങളുടെ കുഞ്ഞുങ്ങളെ ചില പ്രാർത്ഥനകളെ ദൈവാത്മാവ് കാണുന്നുണ്ട്. അഭിഷക്തന്മാർ സഞ്ചരിക്കുന്ന പാതകളിൽ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ ശുശ്രൂഷിക്കുന്ന സഭാതലങ്ങളിൽ വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് കാണുകയാണ്. ഇന്ന് പകൽക്കാലം പ്രയറിലായിരിക്കുന്ന അഭിഷക്തന്മാരെ, അഭിഷക്തകളെ ഒരു ശൗര്യമാരും ഒരു ശൗര്യന്റെ ശക്തികളും വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. ആ വെല്ലുവിളി വിജയിക്കത്തില്ല. ചിലതിനെ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ അവൻ ഭീഷണി മുഴങ്ങി. രണ്ട്, അവിടെ കാണുവാൻ സാധിക്കുന്നത് അവൻ കൊല ചെയ്യുമെന്ന് വിളിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം കൊല്ലുന്ന വ്യക്തിയാണ്, കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ്. ഹല്ലേലൂയ. കൊല്ലുമെന്ന് ദൈവമക്കളെ ഭീഷണി മുഴക്കുക മാത്രമല്ല പലരെയും അവൻ കൊന്നു. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ രണ്ടാമത്തെ സ്വഭാവം തല്ലാനും കൊല്ലാനും മടിക്കാത്തവനാണ്. അവൻ പ്രതികാര ചിന്തയുള്ളവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. മൂന്ന്, കർത്താവിനെ ആരാധിക്കുന്ന ശിഷ്യന്മാരെ, ദൈവമക്കളെ എവിടെ വെച്ച് കണ്ടാലും അവരെ പിടിച്ചു കെട്ടുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്ത്രീകളെയോ പുരുഷന്മാരെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടുവാൻ റോമൻ അധികാരപത്രം വാങ്ങി സ്വത്രം ദമസ്കോസിൽ ആരാധിച്ചു കൊടുത്ത ദൈവമക്കളെ പിടിക്കുവാൻ താനും തന്റെ കൂടെയുള്ളവരുമായി ആർഭാടമായി സന്തോഷമായി വരുന്ന പാതയിലാണ് കർത്താവ് അവനെ സന്ദർശിച്ചത്. ഹല്ലേലൂയ. സ്വത്രം. അദ്ദേഹത്തിന്റെ അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ കയറുമായിട്ട് നടക്കുക. എന്തിനാ? പിടിച്ചു കെട്ടാൻ. പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അവരെ പിടിച്ചു കെട്ടാൻ. ആ ഭാഗത്ത് വായിച്ചുണ്ട്. ഈ മാർഗക്കാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ
അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ നോക്കുക. സ്തോത്രം. അവന്റെ അടുത്ത പദ്ധതിയാണ് ആരാധിക്കുന്നവരെ കണ്ടാൽ അവരെ എന്ത് ചെയ്യുക? പിടിച്ചു കെട്ടുക. ഹല്ലേലൂയ. ആരാധന ആലയങ്ങളെ ലക്ഷ്യമിട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ് ശൗൽ. സ്തോത്രം. അങ്ങനെയാണ് ദമസ്കോസിനെ ആരാധിച്ചുകൊണ്ടത് ദൈവമക്കളുടെ നേരെ അദ്ദേഹം അധികാരപത്രവുമായി കടന്നു വരുമ്പോഴാണ് അവൻ വരുന്ന വഴിയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അവനെ സന്ദർശിച്ചു. എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ പാടാനുള്ളവരാണെങ്കിൽ, പ്രാർത്ഥിക്കാനുള്ളവരാണെങ്കിൽ, പ്രവചിക്കാനുള്ളവരാണെങ്കിൽ, പ്രസംഗിക്കാനുള്ളവരാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ പ്രയോജനപ്പെടുന്നവരാണെങ്കിൽ, കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ടെങ്കിൽ, നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, സ്തോത്രം, ആ സമർപ്പണം മനസ്സിലാക്കി, ശുശ്രൂഷ മനസ്സിലാക്കി നമ്മെ ബന്ധിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരുവനാണ് ശൗൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ശുശ്രൂഷാ തലങ്ങളിൽ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, കൈയടിക്കുന്നതിൽ, നാവ് തുറക്കുന്നതിൽ, അന്യഭാഷ പറയുന്നതിൽ, പ്രവചിക്കുന്നതിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതൊരു ബന്ധനമാണ്. പക്ഷെ ആ ബന്ധനം അഴിയണം. ഹല്ലേലൂയ. പ്രവചിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പൊ പ്രവചനമില്ല, പ്രസംഗിച്ചുകൊണ്ടിരുന്നവർക്ക് പ്രസംഗമില്ല. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞവർക്ക് ഇപ്പൊ അന്യഭാഷയില്ല, വ്യാഖ്യാനിച്ചവർക്ക് വ്യാഖ്യാനമില്ല. സന്ധ്യാപ്രാർത്ഥന നടത്തിയവർക്ക് അതില്ല, പ്രഭാത പ്രാർത്ഥനകളില്ല. ഒരു ആത്മീക ഉണർവും ചൈതന്യമില്ലാതെ ദൈവം ഏൽപ്പിച്ച താലന്തുകൾക്ക് എന്തെങ്കിലും മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ അനങ്ങാൻ കഴിയാതെ, കരം പോലും നേരെ ആരാധിക്കാനോ അടിക്കാനോ വാതുറക്കാനോ കഴിയാതിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഹല്ലേലൂയ, അവൻ കയറുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. പലരെയും അവൻ ബന്ധിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ 44-ാമത്തെ ഈ പ്രയറിൽ ചില ബന്ധനങ്ങളെ ദൈവം അഴിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നവർക്ക് മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവചിച്ചുകൊണ്ടിരുന്നവർക്ക് പ്രവചനം പുറത്തു വരണം. പ്രസംഗിച്ചുകൊണ്ടിരുന്നവരുടെ പ്രസംഗം പുറത്തു വരണം. വെളിപ്പാട് കണ്ടവർക്ക് വെളിപ്പാട് പുറത്തു വരണം. ദർശനങ്ങൾ കണ്ടവർക്ക് ദർശനങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ. ആത്മനിറവിൽ ആരാധിച്ച അഭിഷക്തന്മാരുടെ ആത്മനിറവിന്റെ ആരാധന ഈ നാടുകളിൽ പുറത്തു വരണം. ഹല്ലേലൂയ. അങ്ങനെ വിഷയങ്ങളെ കൊണ്ടുവന്ന്, അങ്ങനെ പ്രസംഗങ്ങളെ കൊണ്ടുവന്ന്, ആത്മ ഉണർവിൽ ആയിരുന്ന പ്രിയപ്പെട്ടവരെ പിടിക്കുവാനും അവരെ ബന്ധിക്കുവാനും ഇറങ്ങിത്തിരിച്ചതായ പലരെയും ബന്ധിച്ചൊതുക്കിയ, പലരുടെയും ശുശ്രൂഷകളെ തകർത്തു കളഞ്ഞ, ആത്മീക മണ്ഡലത്തിൽ എടുത്തെറിയപ്പെട്ടതുപോലെ ഈ ലോകത്തിന് പലരെയും ഒന്നുമില്ലാതെയാക്കി കളഞ്ഞ ആ ശൗലിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന അനുഭവത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവാത്മാവിന്റെ പകൽക്കാലം ദൂത് പറയുന്നു, ഇന്ന് പകൽക്കാലം ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലതിന് പകൽക്കാലം വിശ്വാസമുണ്ട്, ചിലതിന് ദൈവാത്മാവിന്റെ പകൽ ഇറങ്ങി അതിനെ വെട്ടുന്ന ഒരനുഭവത്തെ ദൈവാത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുശ്രൂഷയുള്ള അഭിഷക്തന്മാർ ഹല്ലേലൂയ ഈ കാലഘട്ടത്ത് ശക്തമായി ഉപയോഗപ്പെടേണ്ട അഭിഷക്തന്മാർ ഹല്ലേലൂയ പലപ്പോഴും രോഗികളായി, പലപ്പോഴും മാനസികമായി തളർന്ന്, ശാരീരികമായി തളർത്തി, മാനസികമായും ശാരീരികമായും തളർത്തുന്ന അവന്റെ ശൗലിന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അതിനെ അഴിച്ചുകൊണ്ട് എത്രവർക്ക് ആരാധിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഒന്ന് കരങ്ങളെ അഴിച്ചു തന്നെ, ഒന്ന് വായുകളെ തുറന്നു തന്നെ അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ആരും മൗനമായിരിക്കരുത്. ആത്മാവിൽ പ്രാണതെന്ന് പറഞ്ഞുകൊണ്ട് കൃപാവനങ്ങളിൽ കയറി വരാൻ കഴിയാതെ, അതിനെ ജ്വലിപ്പിക്കാൻ കഴിയാതെ, പ്രത്യേകിച്ച് നമ്മൾ ആരാധിക്കണം. നമുക്കറിയാം ബൈബിളില് സ്തോത്രം മോശ മിസ്രയീമിൽ പോയപ്പോൾ ഫറവോനോട് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ജനത്തെ ആരാധിക്കാൻ. ദൈവം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ജനം ആരാധിക്കണം, അവരെ വിടണം. അപ്പോൾ ഫറവോൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വിടത്തില്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ആരാധിക്കണമെന്നാണ്.
പക്ഷേ പിശാച് പറയുന്നത് വിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം ഈ നാളുകൾ നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ കാണാൻ കഴിയുന്നത് ദൈവദാസന്മാർക്ക് കൂടുതൽ പേർക്കും ഹാർട്ട് അറ്റാക്കിന്റെ പ്രയാസങ്ങളാണ്. അല്ലെ, അറ്റാക്ക് വന്ന് ഒത്തിരി ദൈവദാസന്മാർ ബ്ലോക്ക്, ഒത്തിരി പേര് മരണപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. പണ്ട് ഉള്ള കാലഘട്ടത്തിലെ ദൈവദാസന്മാരെ നമുക്ക് നോക്കുമ്പോൾ അവര് മുട്ടുമേൽ നിന്ന്, ഹല്ലേലൂയ, നമ്മള് ദൈവദാസന്മാരെ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയാം, അവര് കൈയടിച്ച്, എന്റെ വിശ്വാസിയായിരുന്ന സമയത്തൊക്കെ ദൈവദാസന്മാർക്ക് കരമടിച്ചവരുടെ ശരീരമൊക്കെ വേർത്ത് ഉടുപ്പൊക്കെ അങ്ങ് പറ്റ പൊട്ടി മുണ്ടൊക്കെ നനഞ്ഞ്, ഹല്ലേലൂയ, ഒരു പരിമായിട്ടാണ് ഒരു പോണത്. ആരാധന എന്ന് പറഞ്ഞാൽ സ്വന്തം, ഹല്ലേലൂയ, ദൈവദാസന്മാർ ആരാധിച്ച് അവരെത്തി അവര് തന്നെ ഒരു വിടുതലെടുക്കും. ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഞാൻ ഒത്തിരി സ്ഥലത്ത് നോക്കുമ്പോൾ അപൂർവമായി, ഹല്ലേലൂയ, ഒരു 50% ഭക്തന്മാരാണ് കൂടുതലായി അവരാരാധിക്കുന്നത്. സ്വന്തം ഈ ആരാധിക്കാതിരിക്കുന്നത് കൊണ്ട് പല അഭിഷക്തന്മാരിലെ രോഗബന്ധനങ്ങൾ അതിശക്തമായി പിടിക്കപ്പെടുന്നു. ബ്ലോക്കുകളും കാട്ടക്കാക്കുകളും കൂടുതലായി വരുന്നു. സ്വന്തം കാരണം അവൻ ആരാധന കരമടിച്ച് ആരാധിക്കുന്നതിൽ ഒരു വിടുതൽ നടക്കും. സ്വന്തം അവൻ ഒത്തിരി അസുഖങ്ങൾ, വിശ്വാസികൾക്ക് പലർക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നു. കാരണം ശരീരം അനങ്ങുന്നില്ല, ആരാധിക്കുന്നില്ല, ദൈവവിടുതലിന് ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. അക്കാരണത്താൽ പലരും രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. അമ്മ പാട്ടുകാരൻ പാടുന്നത് രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിലാണ്. ബൈബിൾ പറയുമ്പോൾ അബ്രഹാം അവിടെവിടെയായി യാഗപീഠം പണിതു. അവൻ ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ആരാധന എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം 40ാമത്തെ ഈ പ്രയർ സംഗമത്തിൽ നമ്മൾ മൗനമായിരിക്കരുത്. നമ്മൾ കരങ്ങളെ അടിച്ചു തന്നെ നമ്മുടെ ശരീരത്തിൽ ദൈവാത്മാ ഇറങ്ങുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ട് നമ്മൾ പോകാവൂ. നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും സ്തോത്രം. ഹല്ലേലൂയ. DL മൂടി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതാണ്. റോഡുകളിൽ കൂടി, അതിന്റെ വഴിയോരങ്ങളിൽ കൂടി ആത്മാവ് നിറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും അങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിന്റെ എൻട്രൻസിൽ വെച്ച് അദ്ദേഹത്തിന് അഭിഷേകം കിട്ടി. അദ്ദേഹത്തിന്റെ മേൽ കിൻഡൽ കണക്കിന് ആത്മാവ് ഇറങ്ങിയെന്നാണ്. അവസാനം അദ്ദേഹത്തിന് കാല് ഊന്നി നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തനിയെ പൊങ്ങുന്ന ഒരു രൂപത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്